സ്നേഹമുള്ളവരെ, മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ പരാതി പറയാതെ ജീവിക്കുന്നവരെയാണ്. ഏറ്റവും ഭാഗ്യമുള്ള ജീവിതവും പരാതി പറയാതെ ജീവിക്കുന്ന ജീവിതങ്ങളാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ പരാതിക്കാരാണ്. എന്നും പരാതി പറയുന്ന ഭാര്യയിൽ നിന്നും ഭർത്താവ് അകന്നു നിൽക്കും. പരാതി പറയുന്ന ഭർത്താവിൽ നിന്നും ഭാര്യ അകന്നു നിൽക്കും. പരാതി പറയുന്ന മക്കളിൽ നിന്നും മാതാപിതാക്കൾ അകൽച്ച പാലിക്കും. എന്നും പരാതി പറയുന്ന കാരണവന്മാരിൽ നിന്നും മക്കളും അകന്നിരിക്കാൻ ശ്രമിക്കും. കാരണം പരാതി പരിഭവം ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നു. ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം പരാതിയില്ലാത്ത ജീവിതമാണ്. ഇന്ന് ഈ ചിന്ത കേൾക്കുമ്പോൾ ഒന്ന് ഓർക്കുക, എൻ്റെ സംസാരം പരാതികളുടെ സംസാരമാണ്. ഭാര്യ എന്തു ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പറഞ്ഞിട്ട് കഴിക്കുന്ന ഭർത്താവാണ്. ഭർത്താവ് എന്ത് ചെയ്താലും ഒരു കുറ്റം പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഭാര്യയാണ്. കാരണവന്മാർ എന്ത് ചെയ്താലും ചുമ്മാ കുറ്റം കണ്ടുപിടിക്കുമോ? കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറ്റം മാത്രം കണ്ടുപിടിക്കുമോ? അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ആനന്ദിക്കുക സാധ്യമല്ല. പരാതിയില്ലാതെ ജീവിക്കാൻ നമുക്കൊക്കെ കഴിയണം. അതല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുക. നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കുക, വല്ല പരാതിയുണ്ടോ? മിനിമം കൊണ്ട് ജീവിക്കുക, ആർത്തിയില്ല. നമുക്ക് വീടിന് മുഴുപ്പ് പോരാ, ഭർത്താവിന് പകിട്ട് പോരാ, ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ, മക്കൾക്ക് സ്വാതന്ത്ര്യം പോരാ, ചെരുപ്പിന് ഒരു തിളക്കം പോരാ. എന്തിനെക്കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോൾ പരാതിയില്ലാതെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഈ പ്രപഞ്ചം. ഉദാഹരണം, ഒരു കിളി ഒരു വയലിൻ്റെ മുകളിലൂടെ പറക്കുമ്പോൾ ആ കിളി ഒരു നേരത്തെ നെൽക്കതിർ മാത്രമേ കൊത്തിയെടുക്കൂ. അതിന് പരാതിയില്ല, അത് മതി. ഒരു കറ്റയും കൊയ്തുകൊണ്ട് പോകുന്ന ഒരു കിളിയെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു കറ്റ കൊയ്തുകൊണ്ട് പോകുന്നു, അതിനത് മതി. അതിന് പരാതിയില്ല, പരിഭവമില്ല. ഒരു പന്നിയേലി ഒരു കിൻഡിൽ കപ്പയും പറിച്ചുകൊണ്ട് പോവുകയല്ല, ഒരു നേരത്തെ കപ്പക്കിഴങ്ങ്. ഉറുമ്പ് ഒരു ചാക്ക് പഞ്ചസാരയായിട്ട് പോവുകയല്ല, അതിനാവശ്യമുള്ള ഒരു തരി പഞ്ചസാര, അത് മതി, ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതശൈലി കരിപ്പിടിപ്പിക്കാൻ നമുക്കും പറ്റണം. എനിക്ക് ചെറിയൊരു വീട് മതി, എനിക്ക് മിനിമം വസ്ത്രം മതി, എനിക്ക് വില കുറഞ്ഞ ചെരുപ്പ് മതി, എനിക്ക് ഇത്രയും ആഭരണം മതി, രുചിയില്ലാത്ത ഭക്ഷണം ഇത് മതി, ഈ മുഴുപ്പ് മതി, ഈ പറമ്പ് മതി എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്കൊരു പഠനം വേണം. ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കണം. അവിടെ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, പഠിക്കുന്നുമുണ്ട്. ഇത്രയും മതിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ. അപ്പോൾ ജീവിതം നമ്മളെയൊക്കെ താന്ന ഒരുപാട് മനുഷ്യരെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. ഒരു റേബാൻ കണ്ണട മേടിക്കാൻ കാശില്ല എന്നത് പരാതിപ്പെടുമ്പോൾ കണ്ണില്ലാത്ത അന്ധനെ ദൈവം കാണിച്ചു തരും. അന്ധനെ കാണുമ്പോൾ കണ്ണുള്ള ഞാൻ കണ്ണില്ലാത്തതിന് മുമ്പിൽ കണ്ണുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ഒരു സിനിമയ്ക്ക് പോകും, ഏറ്റവും താന്ന ടിക്കറ്റാണെന്നോർത്ത് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതിന് മുമ്പിലുമുണ്ട് അതിനേക്കാൾ താന്നവർ, അതാണ് ലോകം. നമ്മളെക്കാൾ താന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കിടയിൽ നമുക്കിത്ര ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നിടത്താണ് ഒരു ആനന്ദം കൈവരിക്കാൻ പറ്റുക. ഇല്ല ഇല്ല എന്നോർക്കുമ്പോൾ ആനന്ദമില്ല, എനിക്കിത് ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ആനന്ദമുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുക, പരാതി പറയാത്ത മനുഷ്യരായിട്ട് ജീവിക്കുക. ഒരിക്കലും ഒരു പരാതി ഇല്ലല്ലോ. നമുക്കറിയാം വലിയ വലിയ മുനിവര്യന്മാർ, ഭാരതത്തിൻ്റെ ഋഷിമുനിയന്മാർ, അവർ എല്ലാം ഇട്ടിട്ട് ഇതും മതി എന്നും പറഞ്ഞ് ഓടിയവരാ. ചിലപ്പോൾ നല്ല അമ്മച്ചിമാരെ കാണാം, മക്കൾ എന്ത് പറഞ്ഞാലും ഭർത്താവ് എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല, ഇത് മതി, ഇതിൽ സന്തോഷമാണ് എന്ന് പറഞ്ഞ് പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടെത്തുമ്പോൾ, പരാതി പറയാത്ത ജീവിതങ്ങളെ കണ്ടെത്തുമ്പോൾ അത് നമുക്ക് ഒരു മാതൃകയാണ്. ഞാനിപ്പോൾ ഏത് ജീവിതാന്തസ്സിലാണ്, ആ ജീവിത നിലവാരത്തിൽ പരാതികളുടെ ഒരു മനുഷ്യനാണോ ഞാനെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഏത് ജീവിതാന്തസ്സിലാണോ പരിഭവത്തിൻ്റെ മനുഷ്യനാണോ ഞാനെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. എന്തിനെക്കുറിച്ചും, മേലുദ്യോഗസ്ഥരെക്കുറിച്ച്, കീഴുദ്യോഗസ്ഥരെക്കുറിച്ച്, സഹപ്രവർത്തകരെക്കുറിച്ച്, വീട്ടിലെ പണിക്കാരെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച് എപ്പോഴും ഈ നെഗറ്റീവ് പറയുന്ന മനുഷ്യരെ കണ്ടെത്തും. മഴ വന്നാൽ എന്തൊരു മുടിഞ്ഞ മഴക്കാലമാണ്, ചൂട് വന്നാൽ ഒടുക്കത്തെ ആവിയ. ചൂടുകാലത്ത് ആവിയുണ്ടാവും, മഴക്കാലത്ത് മഴയുണ്ടാവും,
ചുമ്മാ നിന്ന് സഹിച്ചു കൊടുക്കുക, അതേ പറ്റുള്ളൂ. മരങ്ങളും ചെടികളും ചെയ്യുന്ന പോലെ വെറുതെ അങ്ങ് സഹിച്ചു കൊടുക്കുക, വരണ്ടുണങ്ങുക, ചുരുണ്ട് കൊടുക്കുക, തടച്ചു വഴക്കുക, വളരുക. ആ രീതി പ്രപഞ്ചം പഠിക്കുന്ന പാഠമാണ്. അങ്ങനെ നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പം അങ്ങനെയുള്ളവരുടെ സൗഹൃദം എല്ലാവരും ആഗ്രഹിക്കും. പരാതി പറയുന്നവരുടെ സൗഹൃദം മനുഷ്യൻ വെറുക്കും, പരമാവധി അകറ്റി നിർത്തും. അതേസമയത്ത് പരിഭവമില്ലാതെ ജീവിക്കുന്നവരാണോ അവരോട് അടുത്ത് നിൽക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കും. ഭർത്താവ് എന്ത് സാരി മേടിച്ചാലും അതിനെക്കുറിച്ച് പരാതി പറയുന്ന ഭാര്യ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിനെക്കുറിച്ച് കുറ്റം പറയുന്ന ഭർത്താവ്, മാതാപിതാക്കൾ എന്ത് ചെയ്താലും നെഗറ്റീവ് സൈഡ് പറയുന്ന കുഞ്ഞുങ്ങൾ. അപ്പം അങ്ങനെയുള്ള ലോകത്തിൽ ദൈവം തന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, മഹിമയോടെ ജീവിക്കാൻ, പരാതിയില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ജീവിതമാണ് ഭാഗ്യമുള്ള ജീവിതം. അങ്ങനെ ആകുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അങ്ങനെ ആയിത്തീരുവാൻ ജഗദീശ്വരൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.